ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോബസ്റ്റ പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് 4 ചെറിയ റോബസ്റ്റ പഴമാണ്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. 2 കോഴിമുട്ട, അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. പിന്നെ 1 കപ്പ് മൈദ, 250 ml കപ്പിൽ 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ഇത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ ഇതെല്ലാം ബീറ്റർ ഇല്ലാതെ മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതിനെ. ഈ മൈദയും സോഡാപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഒരു 3 പ്രാവശ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ, ഒന്ന് അരിച്ചെടുക്കും. അപ്പോഴായിരിക്കും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പഴവും മുട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം പഞ്ചസാര പൊടിച്ച ജാറായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഈ കോഴിമുട്ട ചേർത്ത് കൊടുക്കാവേ. ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കും. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാവേ. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ ഇപ്പോൾ എണ്ണയൊന്നും ചേർക്കേണ്ട, ലാസ്റ്റ് നമുക്ക് എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയേ. പഞ്ചസാരയൊക്കെ ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വേണം ഓയിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യണ്ട. അപ്പം നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാമേ. നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിലോട്ട് വേണേൽ നമ്മളിത് ഫോൾഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രൈയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്.
ഓപ്ഷനിലാണേ. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാവേ. ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. ഈ ഒരു റാക്ക് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. ഈ റാക്ക് വെക്കാതെ നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും, പക്ഷേ അടിഭാഗം ഇങ്ങനെ നനവ് പോലെ ഇരിക്കും. അത് നമ്മൾ ഈ ഒരു റാക്ക് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഈ ഒരു ഹീറ്റ് എല്ലായിടവും എത്തത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു റാക്ക് വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാവേ. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് ടൈം കൊടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കണേ. വൺ 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ഇട്ട് കൊടുക്കാമേ. മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാവേ ആയോ എന്ന്. ക്ലിയർ ആണ്, അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാവേ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണേ.